ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിൽ മാല എന്നും സീത എന്നും പേരായ 2 പെൺകുട്ടികൾ താമസിച്ചിരുന്നു. ഇവർക്ക് അച്ഛനും അമ്മയില്ല, അനാഥരാണ്. മാലയ്ക്ക് സീതയും സീതയ്ക്ക് മാലയും മാത്രമേ ഉള്ളൂ. അവരുടെ ചെറിയ വീട്ടിൽ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. മിക്കവാറും കാട്ടിൽ പോയി ചുള്ളിൽ പിറക്കി മറ്റുള്ള വീടുകൾ കൊണ്ടുപോയി വിറ്റിട്ടാണ് അവർ ഭക്ഷണം കഴിക്കാനുള്ള എന്തെങ്കിലും വക കണ്ടെത്തുന്നത്. ഗ്രാമത്തിൽ ആരെങ്കിലും ദയ തോന്നി എന്തെങ്കിലും ജോലി കൊടുത്താൽ ആ ജോലിയും അവർ ചെയ്യും. പക്ഷേ ഇവരിലെ മൂത്ത കുട്ടിയായ മാല ഒരിക്കലും ആരോടും സ്നേഹത്തോടെയോ കരുണയോടെയോ പെരുമാറാറുണ്ടായിരുന്നില്ല. അവളെല്ലാവരോടും ദേഷ്യപ്പെടും, ഒട്ടും വിനയമില്ല. സീത അങ്ങനെയല്ല. സീതയ്ക്ക് എല്ലാവരോടും നല്ല സ്നേഹമാണ്. അവൾ പുഞ്ചിരിയോടെ സംസാരിക്കുകയുള്ളൂ. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറും. അതുകൊണ്ട് സീത എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. സീതയ്ക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. സീത ഒരു മറവിക്കാരിയാണ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഗ്രാമത്തിൽ ഒരു ക്ഷാമം വന്നുവിട്ടു, വലിയ ക്ഷാമം. അതുകൊണ്ട് തന്നെ മാലയും സീതയും ചുള്ളിൽ പറക്കി കൊണ്ടുവന്നാലൊന്നും നാട്ടുകാർ വാങ്ങാറില്ല. ആരുടെ കയ്യിലും പണമില്ല. ആരുടെ കയ്യിലും പണമില്ലാത്തത് കൊണ്ട് തന്നെ സീതയ്ക്കും മാലയ്ക്കും ജോലിയൊന്നുമില്ല. പട്ടിണിയെന്ന് പറഞ്ഞാൽ 3-4 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. 2 പേരും വീട്ടിൽ തന്നെ ചടഞ്ഞിരിപ്പാണ്, ജോലിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സീത ഇങ്ങനെ പുറത്തേക്ക് നോക്കി. പുറത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. വയറിനകത്താണെങ്കിൽ എരിപിരി സഞ്ചാരം, വിശപ്പ് കൊണ്ട് വയ്യ. സീത വിചാരിച്ചു, ഇങ്ങനെ ഒറ്റ ഇരിപ്പിരുന്നാൽ ഈ വിശപ്പ് കൊണ്ട് ഞാൻ മരിച്ചു പോവും. കുറച്ച് നടന്നു നോക്കാം. മുറ്റത്തൂടൊക്കെ നടക്കുമ്പോൾ വിശപ്പിനൊരു ശമനം വന്നാലോ. അവൾ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പുറത്തിറങ്ങി അങ്ങനെ നടന്നു. ഗ്രാമത്തിലൂടെയൊക്കെ അവളിങ്ങനെ നടന്നു, വിശപ്പ് മാറാൻ വേണ്ടിയിട്ട്. എന്ത് കഴിക്കും? വിശപ്പ് സഹിക്ക വയ്യ. അപ്പോൾ അവൾക്കെതിരെ ഒരു വൃദ്ധയായ സ്ത്രീ വരുന്നത് കണ്ടു. അവർ വല്ലാതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ചുമച്ചുകൊണ്ട് അവർ സീതയോട് ചോദിച്ചു, കുട്ടി, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. ഈ ചുമയാണെങ്കിൽ സഹിക്കാനും വയ്യ. നിൻ്റെ കയ്യിലിരിക്കുന്ന ആ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എനിക്ക് തരാമോ? സീത അവർക്ക് വളരെ സ്നേഹത്തോടെ ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ സ്ത്രീ ആ വെള്ളം കുടിക്കുകയും ചെയ്തു. കുടിച്ചു കഴിഞ്ഞതും പെട്ടെന്ന് അവർ നേരെ നിന്നു. സീത നോക്കുമ്പോൾ അവർ സുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് മാറി. ആദ്യം കണ്ടപ്പോൾ അവർ വിരൂപയായ വൃദ്ധയായിരുന്നു. ഇപ്പോൾ പളപള തിളങ്ങുന്ന വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് അവരൊരു ദേവതയായിട്ട് മാറിയിരിക്കുന്നു. ദേവത പറഞ്ഞു, കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിൻ്റെ വിശപ്പ് കണ്ടിട്ട് എനിക്ക് വിഷമം വന്നു. നീ എന്നെ സഹായിച്ചാൽ നിന്നെ സഹായിക്കണം എന്ന് കരുതി വന്നതാണ്. എന്തായാലും നീ എനിക്ക് വെള്ളം തന്നല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം. നിൻ്റെ ദാരിദ്ര്യം മാറ്റാൻ ഞാൻ നിന്നെ സഹായിക്കാം. സീത പറഞ്ഞു, വളരെ ഉപകാരം, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നീ ഒട്ടും വിശപ്പിക്കേണ്ട. നീ ഇപ്പം നിൻ്റെ വീട്ടിലേക്ക് ചെല്ലൂ. നിൻ്റെ വീടിൻ്റെ അടുപ്പിനടുത്ത് ഒരു പാത്രം കാണും, നല്ല ഭംഗിയുള്ള ഒരു തിളങ്ങുന്ന പാത്രം. ആ പാത്രം എടുത്ത് നീ മേശപ്പുറത്ത് കൊണ്ടുവെക്കണം. എന്നിട്ട് അതിൽ ഒരു ചെറിയ തവി കൊണ്ട് ഇളക്കണം. ഇളക്കിയിട്ട് പാത്രമേ പാത്രമേ പായസം താ, പാത്രമേ പാത്രമേ പായസം താ എന്ന് പറയണം. അത്രയേ വേണ്ടൂ, നിനക്ക് പാത്രം പായസം തരും. പാത്രം നിറഞ്ഞു കഴിയുമ്പോൾ നീ പാത്രമേ പാത്രമേ പായസം മതി, പാത്രമേ പാത്രമേ പായസം മതി എന്ന് പറഞ്ഞാൽ മതി. പായസം വരുന്നത് നിന്നോളൂ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പാത്രം എന്നൊന്നും നിൻ്റെ ആയിരിക്കുമൊന്നുമില്ല. നീ അതിന് അർഹയല്ല എന്ന് എനിക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോൾ ഞാൻ വന്ന് ആ പാത്രം തിരിച്ചെടുത്തുകൊണ്ട് പോരും. സീതയ്ക്ക് ഇതൊരു വിചിത്രമായ കാര്യമായിട്ട് തോന്നി. ഒരു പാത്രം കിട്ടിയിട്ട് എന്ത് കാര്യം? ആ പാത്രത്തിൽ നിന്ന് എങ്ങനെ പായസം വരും? അരിയും ശർക്കരയും നെയ്യും പാലും ഒക്കെ വേണ്ടേ പായസം ഉണ്ടാക്കാൻ? അവൾക്ക് ഈ കാര്യത്തിൽ വിശ്വാസമൊന്നും വന്നില്ല. മാത്രമല്ല, വീട്ടിൽ പാത്രം കാണുമെന്നാണ് പറയുന്നത്, കയ്യിലൊന്നും തന്നിട്ടില്ല. ഇതൊക്കെ ചോദിക്കാൻ ഒരുങ്ങും മുമ്പേ ആ സ്ത്രീ അങ്ങ് അപ്രത്യക്ഷയാവുകയും ചെയ്തു. സീത ഉടൻ തന്നെ വീട്ടിലേക്ക് പോയി. അവൾക്ക് നടക്കാൻ തന്നെ വയ്യായിരുന്നു. ക്ഷീണം കൊണ്ട് അവൾ വീണ് പോകും എന്ന് പലപ്പോഴും തോന്നി. എന്തായാലും വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ട്, മാല ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട്. മാല സീതയോട് ചോദിച്ചു, നീയാണോ ഈ പാത്രം ഇവിടെ കൊണ്ടുവച്ചത്? കുറച്ച് മുമ്പ് വരെ ഒരു പാത്രം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സീത നോക്കുമ്പോൾ ശരിയാണ്, അടുപ്പിനടുത്ത് നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന ഒരു പാത്രം. സീത പറഞ്ഞു, അതെ, ഞാനാണ് ഈ പാത്രം കൊണ്ടുവച്ചത്. മാലയ്ക്ക് പിന്നെയും ദേഷ്യം വന്നു. ഒന്നാമതേ വിശന്നിരിക്കുന്നു, അതിൻ്റെ കൂടെ ഒരു ഒഴിഞ്ഞ പാത്രവും. മാല പറഞ്ഞു, പാത്രം കൊണ്ടുവെക്കുന്നതിന് പകരം അതിൽ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ. ഇങ്ങനെ ഒരു പാത്രം നിനക്ക് എവിടെ നിന്ന് കിട്ടി? സീത പറഞ്ഞു, അതൊരു വെറും പാത്രമല്ല, വരൂ ഞാനൊരു വിദ്യ കാണിച്ചു തരാം. സീത പാത്രം എടുത്തു. പാത്രത്തിനുള്ളിൽ തവി ഇട്ടു. പതുക്കെ ഇളക്കി. എന്നിട്ട് പറഞ്ഞു, പാത്രമേ പാത്രമേ പായസം താ, പാത്രമേ പാത്രമേ പായസം താ. പാത്രത്തിനുള്ളിൽ നിന്ന് ആവി പറക്കാൻ തുടങ്ങി.
2 സഹോദരിമാരും പാത്രത്തിലേക്ക് നോക്കി. അതിൻ്റെ അടിയിൽ നിന്നും പതുക്കെ പതുക്കെ നല്ല രുചിയുള്ള പാൽപ്പായസം പൊങ്ങി പൊങ്ങി വരുന്നു. 2 പേരും ഉടൻ തന്നെ ഓരോ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നു. പായസം കോരിയെടുത്തു. വയറ് നിറയെ പായസം കഴിച്ചു. അത്ര രുചികരമായ പായസം അവരതിനു മുമ്പ് കഴിച്ചിട്ടേയില്ല. വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സീത തവിയിട്ടിളക്കി പാത്രമേ പായസം മതിയെന്ന് പറഞ്ഞു. പായസം വരുന്നത് നിന്നു. 2 പേരും കൂടി പാത്രം കഴുകി ഭദ്രമായിട്ട് വെച്ചു. അന്ന് മുതൽ 2 പേർക്കും കുശാലായി. വിശക്കുമ്പോഴൊക്കെ പാത്രമേ പായസം താ എന്ന് പറഞ്ഞാൽ മതി. നല്ല രുചിയുള്ള പായസമായതുകൊണ്ട് മടുക്കുന്നതേയില്ല. എത്ര കഴിച്ചാലും പിന്നെയും കഴിക്കാനേ തോന്നൂ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നല്ല പാൽപ്പായസം. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. ഇപ്പോൾ വിശപ്പ് അവരെ അലട്ടാറേയില്ല. അങ്ങനെ ഇരിക്കെ സീതയ്ക്ക് ഒരു സുഹൃത്തുണ്ട്. ഗ്രാമത്തിന് അതിർത്തിയിലാണ് താമസം. ഈ സുഹൃത്തിൻ്റെ അച്ഛന് സുഖമില്ല എന്ന് സീത കേട്ടു. അവൾക്ക് അദ്ദേഹത്തിനൊന്ന് കാണാൻ പോകണം. രാവിലെ സഹോദരിമാർ 2 പേരും കൂടി വയറ് നിറച്ച് പായസം കുടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് സീത കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയത്. ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സീത വിചാരിച്ചു, ഞാൻ പോയി കഴിഞ്ഞാലേ ചേച്ചിക്ക് വിശന്നാലോ, മന്ത്രം അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് പോകാം. ഇന്നേ വരെ അവൾ എന്നോട് മന്ത്രം ചോദിച്ചിട്ടൊന്നുമില്ല. സീത മന്ത്രം ചൊല്ലുമ്പോൾ അതെന്താണെന്ന് കേട്ട് പഠിക്കണമെന്ന് പോലും മാല വിചാരിച്ചിട്ടില്ല. മാലയ്ക്ക് അങ്ങനെ ചോദിക്കാൻ മടിയായിരുന്നു. ആ മന്ത്രം പഠിച്ചെടുക്കാൻ അവളുടെ അഹങ്കാരം അവളെ സമ്മതിച്ചില്ല. സഹോദരിയോട് ചോദിച്ചാൽ തനിക്ക് മാനക്കേടായാലോ. എന്തായാലും സീത വിചാരിച്ചു, പോകാൻ നേരത്തെ ചേച്ചിക്ക് മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് പോകാം. തിരിച്ചു വരുമ്പോഴേക്കാക്കും വിശന്നാലോ. ഇതും ആലോചിച്ചുകൊണ്ട് സീത മാലയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് വരാമേ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. മാല ചോദിച്ചു, നിനക്ക് എന്ത് കാര്യം പറയണം? നീ പോണെങ്കിൽ പോയിട്ട് വരണം. അതിന് എന്നോട് ചോദിക്കുന്നത് എന്തിനാ? മാല പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ സീതയ്ക്ക് വിഷമം വന്നു. അത് മാത്രമല്ല, സീത പറയാൻ വന്നത് മറന്നും പോയി. സീത ആലോചിച്ചിട്ടെങ്ങും ഓർമ്മ കിട്ടുന്നില്ല. എന്താ താൻ ചേച്ചിയോട് പറയാൻ വന്നത്? അവസാനം അവളങ്ങ് പോകാമെന്ന് വിചാരിച്ചു. വീടിന് പുറത്തിറങ്ങി മുറ്റം കടന്ന് റോഡിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ മന്ത്രം പറഞ്ഞു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ചേച്ചിക്ക് മന്ത്രം പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നാൽ തിരിച്ച് ചെന്ന് മന്ത്രം പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴും വിചാരിച്ചു, ഓ സാരമില്ല, വേഗം പോയിട്ടെങ്കിൽ വന്നാൽ മതി. അപ്പോഴേക്കും ചേച്ചിക്ക് വിശപ്പാകുകയുള്ളൂ. രാവിലെ വയറ് നിറച്ച് പായസം കഴിച്ചതാണല്ലോ, വേഗം പോയിട്ട് വരാം. ഇതും വിചാരിച്ച സീത കൂട്ടുകാരുടെ വീട്ടിലേക്ക് തന്നെ അങ്ങ് നടന്നു. മാല വീട്ടിലിരുന്നു. കുറേ നേരം കഴിഞ്ഞ് ഉച്ച അടുക്കാറായി. അപ്പോഴാണ് മാല ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ചിന്തിച്ചത്. ഇനി സീത വരാൻ ഒരുപാട് വൈകിയാലോ? താൻ വിശന്നിരിക്കേണ്ടി വരില്ലേ? എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച് ഇപ്പോൾ വിശപ്പൊട്ടും താങ്ങാൻ പറ്റുന്നില്ലെന്നായിട്ടുണ്ട്. ഇത്തിരി പായസം ഉണ്ടാക്കി കളയാം. അവൾ മന്ത്രം ചൊല്ലുന്നതൊക്കെ കേട്ടിട്ടുള്ളതാണല്ലോ, അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. മാല പാത്രം എടുത്തു വെച്ചു. തവിയിട്ട് ഇളക്കി. എന്നിട്ട് പാത്രമേ പായസം താ, പാത്രമേ പായസം താ എന്ന് പറഞ്ഞു. പാത്രത്തിൽ പായസം നിറഞ്ഞു വന്നു തുടങ്ങി. മാല വേഗം ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് തവി കൊണ്ട് പായസം കോരി പാത്രത്തിലിട്ടു. പായസം കുടിച്ചു തുടങ്ങി. പാത്രത്തിൽ പായസം നിറഞ്ഞു വരുന്നുണ്ട്. സാധാരണ പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സീത പാത്രമേ പായസം മതിയെന്ന് പറയും. പക്ഷേ പായസം കുടിക്കുന്ന തിരക്കിൽ മാല ആ മന്ത്രം ശ്രദ്ധിച്ചിട്ടേയില്ല. എന്തു പറഞ്ഞിട്ടാണ് സീത പായസം വരുന്നത് നിർത്തുന്നത് എന്ന് മാല ഇന്നേ വരെ കേട്ടിട്ടില്ല. എന്തായാലും പായസം നിറഞ്ഞു തുളുമ്പി തുടങ്ങി. മാലയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പായസം കുടിക്കുകയാണ്. നല്ല ചൂടുള്ള പായസമായിരുന്നു. മേശപ്പുറം നിറഞ്ഞു. കയ്യിൽ ചൂട് തട്ടിയപ്പോഴാണ് മാല നോക്കുന്നത്. നോക്കുമ്പോൾ പാത്രം നിറഞ്ഞ് കവിയാണ്. എങ്ങനെ നിർത്തും? നിർത്ത് മതി എന്നൊക്കെ മാല വിളിച്ച് പറഞ്ഞു തുടങ്ങി. പക്ഷെ പാത്രമേ പായസം മതി എന്ന് പറഞ്ഞാലല്ലേ പായസം വരുന്നത് നിൽക്കൂ. അതുമാത്രം മാല പറഞ്ഞില്ല. മാല ആകെ പേടിച്ചു പോയി. മേശപ്പുറം നിറഞ്ഞ് പായസം താഴെ കൊഴുകി തുടങ്ങി. തറ മുഴുവൻ നിറഞ്ഞു. പായസം പൊങ്ങി വരികയാണ്. ജനലുകളും വാതിലും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് മാലയ്ക്ക് ഒരു പിടിയില്ല. നല്ല ചൂട് പായസമല്ലേ, കാലിൽ നല്ല ചൂട് തട്ടുന്നുണ്ട്. പായസം പൊങ്ങി വരുമ്പോഴത്തേക്ക് ചൂട് സഹിക്കാൻ വയ്യ. മാല വേഗം ഓടി കട്ടിലിന് മുകളിൽ കയറിയിരുന്നു. മേശപ്പുറം നിറഞ്ഞ് കവിഞ്ഞ പായസം തറയിൽ മുഴുവൻ ഒഴുകി. പൊങ്ങി വരികയാണ് വെള്ളപ്പൊക്കം പോലെ. കസേരയുടെ കാലുകൾ മുങ്ങി, ചെറിയ സ്റ്റൂളുകൾ മുങ്ങി. എങ്ങനെയെങ്കിലും സീതയൊന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് മാല പ്രാർത്ഥിച്ചു. അപ്പോൾ വാതിൽ മുട്ട് കേട്ടു. സീത തിരിച്ചു വന്നതാണ്. പക്ഷെ മാല എങ്ങനെ വാതിൽ തുറക്കും? വാതിൽ തുറക്കാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് സീത കട്ടിലിനടുത്തുള്ളൊരു ജനാല പതുക്കെ തുറന്ന് എന്നിട്ട് അവിടെ നിന്ന് സീതയെ ഉറക്കെ വിളിച്ചു. കുറച്ചു നേരം മുട്ടിയിട്ടും ചേച്ചി വാല് തുറക്കാഞ്ഞപ്പോഴേ സീതയ്ക്ക് മനസ്സിലായി എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്.
നോക്കുമ്പോൾ ഉണ്ട് വാതിലിനടിയിൽ കൂടി പായസം പുറത്തേക്ക് ഒഴുകി വരുന്നു. അവൾ പേടിച്ചു പോയി. അവൾ വേഗം വീടിന് വശത്തേക്ക് ചെന്നു. നോക്കുമ്പോൾ ജനലിലൂടെ ചേച്ചി ഉറക്കെ വിളിക്കുന്നുണ്ട്. അവൾ തുറന്നു കിടന്ന ജനാലയിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ മുറി നിറയെ പായസം. മേശപ്പുറത്തു നിന്ന് പായസം ഒഴുകി അങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത് പൊങ്ങി പൊങ്ങി കട്ടിലിനടുത്ത് എത്താറായി. ചൂട് പായസമാണ്, ചേച്ചിയുടെ കാല് പൊള്ളും. അവൾ വേഗം ജനാലയിലൂടെ വിളിച്ചു പറഞ്ഞു, പാത്രമേ പാത്രമേ പായസം മതി, പാത്രമേ പാത്രമേ പായസം മതി. പായസം വരുന്നത് നിന്നു. പക്ഷേ മുറി നിറയെ പായസം. എന്തു ചെയ്യും? സീതയും മാലയും പരസ്പരം നോക്കി. അപ്പോൾ മാല പറഞ്ഞു, ഈ മുറി നിറയുള്ള പായസം നമ്മൾ എവിടെ കൊണ്ട് കളയും സീതേ? എനിക്ക് അബദ്ധം പറ്റിപ്പോയി, നീ എന്നോട് ക്ഷമിക്കൂ. നീ എന്തോ മറന്നുപോയി എന്ന് ചോദിച്ചപ്പോൾ എന്താണ് എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തേണ്ടതായിരുന്നു. എൻ്റെ അഹങ്കാരം കാരണം ഞാൻ നിന്നോടത് ചോദിച്ചില്ല. സീത പറഞ്ഞു, എനിക്കും അബദ്ധം പറ്റിപ്പോയി ചേച്ചി. വഴിയിൽ വരെ എത്തിയപ്പോൾ ഞാൻ ഓർത്തതായിരുന്നു, ഞാൻ തിരിച്ചു വരേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഇങ്ങ് വരാമെന്ന്. എന്നോട് ക്ഷമിക്കൂ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ഗ്രാമത്തിലെല്ലാവരും വിശന്നിരിക്കുകയല്ലേ, കുട്ടികളെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഈ പായസം പങ്കിട്ട് കൊടുക്കാം. അങ്ങനെ സീത അയൽപക്കത്തെല്ലാം ചെന്ന് കുട്ടികളോട് പാത്രങ്ങളുമായിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അയൽപക്കത്തുള്ള കുട്ടികളെല്ലാം പാത്രങ്ങളുമായിട്ട് വന്നു. മാല അകത്ത് നിന്നുകൊണ്ട് പായസം കോരി ജനാലയിലൂടെ പുറത്തേക്ക് കൊടുത്തു. കുട്ടികളെല്ലാം പായസം കുടിച്ച് സന്തോഷവാന്മാരെ തിരിച്ചുപോയി. അങ്ങനെ അവരുടെ വീടും വൃത്തിയാക്കാൻ പറ്റി. നാട്ടിലുള്ള കുട്ടികൾക്ക് മൊത്തം അന്ന് സന്തോഷമായിരുന്നു. എല്ലാവർക്കും നല്ല രുചിയുള്ള പായസം കിട്ടി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സീതയ്ക്കും മാലയ്ക്കും വലിയ സന്തോഷം തോന്നി. അവർ പറഞ്ഞു, എന്ത് കാര്യമായി പോയി നമ്മളെല്ലാവർക്കും പായസം കൊടുത്തത്. ഇതുവരെ നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കിരുന്ന് പായസം കുടിച്ചു. ഒരാൾക്ക് പോലും നമ്മൾ പായസം കൊടുത്തില്ല. ഇപ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്തപ്പോഴാണ് ഒരു സന്തോഷം തോന്നുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പിറ്റേന്ന് രാവിലെ പായസം ഉണ്ടാക്കിയപ്പോൾ സീത പറഞ്ഞു, ചേച്ചി നമുക്ക് അയൽപക്കക്കാർക്കും കൂടെ കൊടുക്കാം. മാല പറഞ്ഞു, അതിനെന്താ, നമുക്ക് കൊടുക്കാം. രണ്ടുപേരും കൂടി അയൽപക്കക്കാർക്കെല്ലാം അന്നും പായസം കൊടുത്തു. അതോടെ വിശന്നിരിക്കുന്ന എല്ലാവരും മാലയുടെയും സീതയുടെ അടുത്ത് പായസം വാങ്ങാൻ എത്തിത്തുടങ്ങി. അങ്ങനെ കൊടുക്കുമ്പോൾ മാലയ്ക്ക് സീതയ്ക്കും വലിയ സന്തോഷമായി തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ഒരു വൃദ്ധനായ മനുഷ്യൻ അവരെ കാണാനെത്തി. അയാൾ പറഞ്ഞു, ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ്. എൻ്റെ വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്. എനിക്ക് 5 കൊച്ചു മക്കളുണ്ട്. എൻ്റെ മകനും അവൻ്റെ ഭാര്യയും മരിച്ചുപോയി. അവരുടെ മക്കളാണ് ഈ കൊച്ചുമക്കൾ. അവർ വിശന്ന് കരയുന്നു. അസുഖമാണ്. അവരെയും കൊണ്ട് ഇത്ര ദൂരം നടന്നു വരാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ തേടി വന്നതാണ്. അവരുടെ അസുഖം മാറുന്നത് വരെ അവർക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് മാർഗ്ഗമില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാത്രം എനിക്കൊന്ന് കടം തരണം. ഞാൻ കൊണ്ടുപോയി അവരുടെ വിശപ്പ് മാറ്റി അസുഖം മാറിക്കഴിയുമ്പോൾ പാത്രം തിരിച്ചു കൊണ്ട് തരാം. മാല സീതയോട് ചോദിച്ചു, എന്ത് ചെയ്യണം? അപ്പോൾ സീത പറഞ്ഞു, നമുക്ക് കൊടുക്കാൻ ചേച്ചി. നമുക്കിപ്പോൾ എന്നും ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ. ചുള്ളിൽ പറിക്കുകയാണെങ്കിലും നമുക്കിനി കുറേ കാലത്തേക്ക് ജീവിക്കാം. ഈ അപ്പൂപ്പൻ്റെ കൊച്ചുമക്കൾ വിശന്നിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. പാത്രം നമുക്ക് അദ്ദേഹത്തിന് കൊടുത്തു വിടാം. മാല അകത്ത് ചെന്ന് ആ പാത്രം എടുത്തുകൊണ്ടുവന്ന് സീതയ്ക്ക് കൊടുത്തു. സീത ആ പാത്രം ആ വൃദ്ധനായ മനുഷ്യൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പെട്ടെന്ന് ആ വൃദ്ധനായ മനുഷ്യൻ നിന്നെടുത്ത് പണ്ട് കണ്ട ആ സുന്ദരിയായ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അവർ പറഞ്ഞു, സീതേ, ഞാൻ ഈ പാത്രം തിരിച്ചു വാങ്ങാൻ വന്നതാണ്. പക്ഷേ ഞാനിത് തിരിച്ചു കൊണ്ടുവന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രത്തിൻ്റെ യഥാർത്ഥ ഉപയോഗം മനസ്സിലായി. നിങ്ങളുടെ അഹങ്കാരം മാറി. നിങ്ങളുടെ മനസ്സിൽ കുറച്ചെങ്കിലും കളങ്കമുണ്ടായിരുന്നത് ഇപ്പോൾ മാറി. ഇനി ഈ പാത്രം നിങ്ങൾക്ക് സ്വന്തമാണ്. ഇതുകൊണ്ട് പായസം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ഇനി നിങ്ങളുടെ കർത്തവ്യം. ഇതും പറഞ്ഞുകൊണ്ട് ആ പാത്രം അവർക്ക് തന്നെ സമ്മാനിച്ച് ആ ദേവത മറഞ്ഞു. മാലയും സീതയും മറ്റുള്ളവർക്ക് പായസം ഉണ്ടാക്കി കൊടുത്ത് വളരെ സന്തോഷത്തോടെ പിന്നീടുള്ള കാലം ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.